ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡയമണ്ട് ആർമർ ആവാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 31 ഡയമണ്ട്. അതെങ്ങനെ ഒപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. ആർമറും പൊട്ടി പോയിട്ടുണ്ട്. എൻ്റെ സ്കെൽട്ടണും ക്രീപ്പറൊക്കെ ഒന്നും പൊട്ടിയിട്ട് ഷീൽഡും നേരത്തെ പൊട്ടിപ്പോയതാണ്. ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ആവണം. ഓക്കെ, എൻ്റെ ഇത്ര റിസോഴ്സ് കിട്ടിയിട്ടുണ്ട്. കുറേ ഡീപ് സ്ലേറ്റും അയണും പിന്നെ ഗോൾഡും ഇത്ര റെഡ് സ്റ്റോണും കിട്ടി. പിന്നെ കുറച്ച് ഒബ്സിഡിനും മൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ജിയോടും കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ നിന്നൊരു ഞാൻ ഇന്നലെ ചെയ്ത ഒരു മൈനിങ് ഏരിയയിൽ നിന്ന് 400 ബ്ലോക്ക് എങ്ങാണ്ട് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു വന്നു. അന്നേരം എനിക്ക് 3 ഡയമണ്ടേ കിട്ടുള്ളൂ. എന്നിട്ട് അവിടെ ഒരു ലാവ ഇതുപോലെ ട്രിപ്പ് വന്ന് കാണാമായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ച് എൻ്റെ മുകളിൽ കേവ് ഉണ്ടെന്ന്. അതിനെ ഉണ്ടായിരുന്നു, കേവ് ഉണ്ടായിരുന്നു. കണ്ടോ, ഈ കേവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡയമണ്ട് കിട്ടും. ഇതൊരു 10 മീറ്റർ എങ്ങാണ്ട് ചുറ്റിയാൽ മതി. എനിക്ക് ഇത്രയും ഡയമണ്ട് കിട്ടി. ഓക്കെ, കണ്ടോ ഇവന്മാരൊക്കെ ഇങ്ങനെ കൂടി വന്നുകൊണ്ട് എനിക്ക് എൻ്റെ ആർമറെല്ലാം പൊട്ടിപ്പോയി. ഇനി എനിക്ക് എതിർത്തേക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അങ്ങോട്ടൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അന്നേരം എനിക്ക് ഇത്രയും ഐറ്റംസ് കിട്ടി. പിന്നെ കുറച്ച് സ്ലൈം ബോൾസും കിട്ടി. നമുക്ക് യൂസ് ചെയ്യാം പിസ്റ്റൺ ഉണ്ടാക്കാനായിട്ട്. പിന്നെ അധികം ഇനി റെഡ് സ്റ്റോൺ ഒന്നും എടുക്കുന്നില്ല ഞാൻ. അതൊന്നിപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെയാണ്. നമുക്കിനി തിരിച്ച് വീട്ടിൽ പോകാം. ഇനി ആകെയുള്ള 13 ചാള മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെങ്കിൽ ഫുഡായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അവിടെ നിന്ന് ബ്രെഡ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു ഫുഡ് ഫാം സെറ്റ് ചെയ്യണം. വില്ലേജിൻ്റെ ക്യാരറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഫാം ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോൻ്റെ ഓൾറെഡി ഉണ്ട് ഒരു സോംബി വന്നത്, അല്ലെങ്കിൽ അത് ഫാം ചെയ്യണം. ഓക്കെ, കുറച്ച് നേരം മൈൻഡ് ചെയ്തുള്ളൂ ഞാൻ ഈ ഒരു ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മൈനിങ് ഏരിയയിൽ എന്നിട്ട് ഞാൻ ഈ ഒരു സ്ട്രിക്ട് മൈനിങ് അങ്ങനെ ചെയ്തുകൊണ്ട് പോയിരുന്നെങ്കിൽ നമുക്ക് 1 മണിക്കൂറേലും എടുത്തേനെ, അല്ലെങ്കിൽ 1.5 മണിക്കൂറേലും എടുത്തേനെ നമുക്ക് കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ആവാനായിട്ട്. അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ സമയമൊന്നുമില്ല. ഇപ്പോൾ എക്സാമൊക്കെയാണ്. കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ എനിക്ക്. ആ ടൈമിൽ ഞാൻ റെക്കോർഡിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ എടുക്കും. ഓക്കെ, ഈ ഒരു സ്ട്രിങ് എനിക്ക് വേണ്ട. ഓക്കെ, പിന്നെ 1-2 പേര് എന്നോട് മൾട്ടിപ്ലെയർ കളിക്കാൻ ചോദിച്ചായിരുന്നു. ഇപ്പോൾ അതിനുള്ള മൂടുമില്ല, ടൈമും ഇല്ല. ഇവിടെ കുറച്ച് ആണുണ്ട്, എടുക്കാം. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു, ഇല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത കേവാണ്. ഓക്കെ, എൻ്റെ വാർഡനെയൊക്കെ കണ്ട വാർഡനില്ലായിരുന്നു, അങ്ങോട്ട് ഞാൻ പോയില്ല അധികം. താഴെ സിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, മറ്റേ ഏഷ്യൻ സിറ്റി. ഇനി മുകളിൽ വല്ല സോംബി ഉണ്ടെങ്കിൽ അമ്മ എടുത്തോണ്ട് പോയില്ല. അത് താഴെ ഒരു സ്റ്റെയർ കേസൊക്കെ സെറ്റ് ചെയ്യണം എപ്പോഴും പോയി വരാനായിട്ട്. നല്ല ബിഗ് കേസൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ തവണ ഇങ്ങോട്ട് വരും. വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഐ സ്ലീപ്പ്. ഞാൻ ഇൻവെൻറ്ററി ക്ലീൻ ചെയ്യട്ടെ. വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഒരു ലാപ്പീസ് ഒന്നും ഇതിനകത്ത് വെക്കുന്നില്ല. അതൊക്കെ നമുക്ക് മറ്റേ എന്തായിരുന്നു മറ്റേ എൻജിനിങ്ങുള്ളതാണ്. പിന്നെ ഈ ഒരു റെഡ് സ്റ്റോണും ഞാൻ OP ആയിട്ട് കൂട്ടുന്നില്ല, അതും എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. എൻ്റെ ഇന്ത്യയിൽ 2 ഡയമണ്ട് അല്ലാണ്ട് തന്നെ ഉണ്ടായിരുന്നു, അത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അയൺ ഇതിനകത്ത് പോട്ടെ, ഗോൾഡ് ഇതിനകത്ത് പോട്ടെ. സ്മെൽറ്റ് അവിടെ നിന്ന് ഇനി നമുക്ക് ആർമർ ഉണ്ടാക്കാം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്സ്, ഇനി ഒരു ആക്സ്, ഒരു ഷവൽ ഇങ്ങനെ നമുക്കിടാം. അങ്ങനെ ലെറ്റ്സ് പ്ലേ സീരീസിൽ 5ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഇൻ ഗെയിമിൽ 31 ദിവസം. ഓക്കെ, നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാം. നമുക്ക് കുറച്ച് ഫുഡും വേണം, പിന്നെ ബെഡും വേണം. ഓക്കെ, കുറച്ച് എടുത്തിട്ടുണ്ട്, ഇതന്നെ മതി. ബാക്കി നമുക്ക് വില്ലേജ് എടുക്കാൻ പറ്റും. വില്ലേജ് ഞാൻ എന്തിനാണ് ഈ വില്ലേജ് എന്ന് പറയുന്നത്? എവിടെ വില്ലേജ് വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയാൻ അറിയത്തില്ല. ഞാനൊരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് നമുക്ക് അതുവഴി നടന്നു പോകാം. കടൽ എനിക്ക് വേണ്ട, അങ്ങോട്ട് പോകാം, വീടിൻ്റെ ബാക്കിലോട്ട്. ഷീൽഡ് ഞാൻ ഉണ്ടാക്കിയില്ല, ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ മലയിൽ നമുക്ക് ചെറിയ ബ്ലോസം കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ ബ്ലോസം മയമാണോ അതോ മറ്റേ ഈ 2-3 ട്രീ നിൽക്കുന്ന സാധനമാണോ? അത്രയേ ഉള്ളൂ, 2-3 ട്രീ ഉണ്ട് ഇവിടെ. എന്തായാലും ഇതിൻ്റെ സാപ്ലിംഗ് ഒന്നും നീ കൊണ്ടുപോകണമെന്നുണ്ട്. കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം മതി. ഇത് ഒരെണ്ണം തന്നെ വെച്ച് വളർത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് പിന്നെ ഒരു മലയുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ റൺ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് കൂട്ടിയിട്ടേക്കാം. അത് നമുക്ക് അടുത്ത വല്ലതും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. 22 തന്നെ കിടക്കട്ടെ, എന്താണ് മാക്സ്. ഓക്കെ,
ഭയങ്കര ലാഗ് ഉണ്ടായാലും കുഴപ്പമില്ല. അയ്യോ കുഴപ്പമുണ്ട് ചെറുതായിട്ടൊക്കെ. ഔട്ട് പോസ്റ്റ് അവിടെ തൊട്ടടുത്ത് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു റൈഡ് ഫാം സെറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. കാരണം എൻ്റെ ഇപ്പോൾ നല്ല ആർമർ നല്ല ഉണ്ടെങ്കിലും എൻജോയ്മെൻ്റ് ഇല്ല. എൻജോയ്മെൻ്റ് ചെയ്താണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ അടിച്ചണ്ണാക്കി തരും. പിന്നെ അല്ലെങ്കിൽ പോയി നോക്കിയാലോ, എല്ലാം കിട്ടിയാലോ. ചിലപ്പോൾ കൊടിയും കൊണ്ട് നിൽക്കുന്നമാരെ എനിക്ക് വേണ്ട. അല്ലല്ല, അമ്മമാരെ വേണം എനിക്ക്. പട 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 3 നേരത്തെ കിട്ടും. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ചിട്ടേക്കാം ഇപ്പോഴത്തേക്ക്. കാരണം മറ്റേ ഇവന്മാർ അറ്റാക്കിൻ്റെ സമയത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഗ് ഭയങ്കരമായിട്ട് കൊല്ലാൻ പറ്റത്തില്ല. എല്ലാം കിട്ടിയോ? ക്രോസ് ബോ കിട്ടിയോ? ആൾക്ക് വേണം. വലിയ പാടൊന്നും ഇല്ല ഇവന്മാരെ കൊല്ലാനായിട്ട്. ഇവന്മാരെ കൊന്നിട്ട് കുറേ നാളായി. ഇനി എനിക്ക് കുപ്പി വേണം. നമുക്ക് ഫ്യൂച്ചറിൽ റേഡ് വിളിക്കാം. ഹോണ്, യെസ്. ഇവിടെ അതേ ഹോണ്, മറ്റേ ഇമ്മാർ തന്നെ ഹോണ്, മറ്റേ ഈ റേഡ് വരുമ്പോഴുള്ള ഹോണ്. ഇത് റെയർ ഐറ്റം തന്നെയാണ് യെസ്. ഇത് പൊട്ടാറ്റോ കിട്ടി. ഫാനുണ്ട്, റോസ് ബേണ്ട് എല്ലായിടത്തേക്കും. ഇവന്മാർക്ക് ഇട്ട് തന്നെ കൊടുത്താലോ ക്രോസ് ബോ. ഞാൻ ആദ്യമായിട്ട് ഉൾക്കടിക്കാൻ പോവുകയാണ്. ഒറ്റ പിടിക്കാത്ത മറ്റേ സ്കെൽട്ടൺ. ചുമ്മാ പറഞ്ഞ എൻ്റെ സോഡിൻ്റെ പവർ അറിഞ്ഞിട്ടില്ല. കിട്ടി. തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ടായിരുന്നു. ഇവിടെ വില്ലേജ് അല്ല സാർ, ഇവിടെ വില്ലേജ് ഔട്ട് പോസ്റ്റ്, അവിടെ ബേസ്, തൊട്ടടുത്ത് വില്ലേജ്. അപ്പം നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഓക്കെ, പിന്നല്ലാതെ ഓക്കെ. ഇവന്മാരുടെ നിന്ന് എല്ലാ ഐറ്റംസും അടിച്ചു മാറ്റുന്നതിൻ്റെ ടൈം ലാപ്സ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും അടിച്ചു മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഇത്ര ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. കോൺട്രി ബ്ലോക്ക് ഉണ്ട്. അതിവിടെ ഞാനൊരു റോഡിൻ്റെ പോർട്ടൽ കണ്ടുപിടിച്ചായിരുന്നു. കണ്ടോ, വില്ലേജിൻ്റെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കണ്ടോ നോക്കിക്കോണേ, പ്രൊട്ടക്ഷൻ ഫയർ പ്രൊട്ടക്ഷൻ 4, ഫെദർ ഫാളിങ് 4. എന്നെ OP സാധനം അറിയാതെ ഇതിട്ട് നമുക്ക് നെതറിലൊക്കെ പോകാൻ പറ്റും. കാരണം മറ്റേ പിഗ്ലിങ്സ് നമ്മളെ ആക്രമിക്കത്തില്ല ഒരു ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ. അത് OP സാധനമാണ്. എനിക്കൊരു ഫ്ലിൻറ്റ് കിട്ടി, ഇവിടുന്ന് ഒരു ഒബ്സിഡിയൻ കിട്ടി, ഈ ഒരു ഗ്ലോയിങ് സ്റ്റാൻഡ് കിട്ടി. ഇത്ര ഹാബിൽസ് കിട്ടി നമുക്ക് കുറേ ദിവസത്തേക്ക് ലാസ്റ്റ് ചെയ്യും ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കാനായിട്ട്. ഇതിനകത്ത് ഇവൻ തന്നെ ഇതിനകത്ത് കയറി കിടക്കുന്ന മണ്ടന്മാർ. ഇവന്മാർ കൂടെ ഉണ്ടാക്കിയ മറ്റേ ഇപ്പോൾ റേഡ് ഫാമായി. XP നമുക്ക് ഒരു ഷുഗർ കെയിനും കൂടെ ഫാം ചെയ്തേക്കാം ഗൈസ്. നമ്മളിന്ന് ഫാം ഉണ്ടാക്കുന്നല്ലേ. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ ബേസ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് ചേർന്ന് തുടങ്ങാം. ഇനി ഞാൻ ഇൻവെർട്ടർ ക്ലീൻ ചെയ്തോട്ടെ. എൻ്റെ ലാകെ 3 ഷുഗർ കെയിനേ ഉള്ളൂ. നമുക്കൊന്ന് ബോൺ മീൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് അവിടെ ഫാം ചെയ്യാം. ഇവിടെ തന്നെ അപ്പോടാ ബേസ് ആയിട്ട് സ്പീക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം.
കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, ആ ഒരു ഏരിയ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് 2 സ്റ്റാക്ക് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് 1 സ്റ്റാക്ക് മാത്രം കൈവച്ചിട്ട് ബാക്കി ഇത് പെട്ടിക്കട്ട വെച്ചേക്കാം. ഓക്കെ, ഇത് വെച്ചേക്കാം, എല്ലാം വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ബാക്കി ഒരു ഫാം അങ്ങ് ബിൽഡ് ചെയ്യാം. ഓക്കെ, എല്ലായിടത്തും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹോ ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്കൊരു മരം നടാം. ഓക്കെ, ഇവിടെ ഹോ ചെയ്യാം. ഇവിടെ ഷുഗർ കെയിന്, സോറി അല്ല, ഷുഗർ കെയിൻ എന്തിനാണ് ഹോ ചെയ്യുന്നത്? കുഴപ്പമില്ലുന്നുണ്ട്. അപ്പോൾ നമുക്ക് മലമേലെ നടാം. 1 2 3. ഓക്കെ, ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കുറച്ച് ഈ ഒരു ചെറിയ ബ്ലോസം വെക്കാം. ഓക്കെ, ഇത് ഇത് നല്ല മരമാണോ? കുഴപ്പമില്ല. ഇത് നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ അകത്തോടെ തന്നെ ചാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അടുത്തൊരു ചെസ്റ്റും വെക്കാം, മറ്റേ ഒരു ബോൺ മീൽ വെക്കാനായിട്ട്, പക്ഷേ ഈ ഒരു ഷുഗർ കെയിൻ വെക്കാനായിട്ട്. ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് തരുള്ളൂ. അടുത്ത വീഡിയോ കാണാം.